ആലപ്പുഴ ഹരിപ്പാട് എന്ന് വരുന്ന ഒരു ക്രൂരതയുടെ വാർത്തയിലേക്കാണ്. അവിടെ നവജാത ശിശുവിനെ അമ്മ ജനലിലൂടെ വലിച്ചെറിഞ്ഞു എന്ന വാർത്ത വരുന്നു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ശുചിമുറിയിൽ പ്രസവിച്ച 19 വയസ്സുകാരിയാണ് ജനലിലൂടെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത്. വയറുവേദന എന്ന് പറഞ്ഞാണ് പെൺകുട്ടി ആശുപത്രിയിലെത്തിയത്. നവജാത ശിശുവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ന്യൂബോൺ ICUവിൽ പ്രവേശിപ്പിച്ചു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ആദ്യം അറിയേണ്ടത് ഈ കുഞ്ഞിന്റെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ? ദിവ്യ, ഇപ്പോൾ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ന്യൂബോൺ ICUവിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് സംഭവം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ്. വയറുവേദന എന്ന് പറഞ്ഞാണ് ഈ 19-കാരിയായ പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. തുടർന്ന് ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് അവിടെ വെച്ച് പ്രസവിക്കുകയും കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നത്. കുട്ടി ഈ 19-കാരി അവിവാഹിതയാണ്. മാത്രമല്ല ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് പിതാവും സഹോദരങ്ങളുമാണ്. ഗർഭിണിയാണെന്ന വിവരം ഈ കുടുംബത്തോട് മറച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശുചിമുറി പ്രസവിച്ച ജനലിലൂടെ വലിച്ചെറിയുകയായിരുന്നു. കുട്ടിയെ കണ്ടെത്തിയത് ബന്ധുക്കൾ തന്നെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ കുട്ടിക്ക് മറ്റ് മാനസികാസ്വാസ്ഥ്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ. ഇത് ഇപ്പോൾ ആരും അറിയാത്തതുകൊണ്ട് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഫൈസൽ? തീർച്ചയായും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് തന്നെയാണ്. കുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ആരും അറിഞ്ഞിട്ടില്ല. അതായത് ഈ കുട്ടി ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു ഇതിൽ കുട്ടി ഈ ശുചിമുറിയിൽ പോയപ്പോൾ പ്രസവിച്ചപ്പോൾ കുട്ടിയെ വിളിച്ച് പുറത്തിറങ്ങിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ദിവ്യ, ഫൈസൽ, പോലീസ് കേസെടുത്തോ? പോലീസിൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഇന്ന് സംഭവം നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഇത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഈ കുട്ടിക്കൊപ്പം, ഈ പെൺകുട്ടിക്കൊപ്പം ആശുപത്രിയിലെത്തിയ പിതാവും സഹോദരങ്ങളും പറയുന്നതും അവർക്കും അറിയില്ലായിരുന്നു എന്ന് തന്നെയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ കുട്ടി ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കളുടെ അടുത്ത് നിന്നും ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെക്കുകയായിരുന്നു ചെയ്തത്. തുടർന്ന് ആശുപത്രിയിലെത്തി. വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിലെത്തിയത്. ഈ കുട്ടിയുടെ ഒന്നിച്ചുണ്ടായിരുന്നത് പിതാവും ബന്ധുക്കളുമായിരുന്നു. അപ്പോൾ ഈ വയറുവേദനയെ തുടർന്ന് ആശുപത്രി എത്തിയ സമയത്ത് ശുചിമുറിയിൽ പോയ സമയത്താണ് ഈ കുട്ടി പ്രസവിക്കുന്നത്. തുടർന്ന് അവിടുന്ന് തന്നെ കുട്ടിയെ ജനലിലൂടെ എടുത്ത് പുറത്തേക്ക് എറിയുക. ഈ നവജാത ശിശുവിനെ ജനലിലൂടെ എടുത്ത് പുറത്തേക്ക് എറിയുകയായിരുന്നു. ബന്ധുക്കൾ തന്നെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്, ഈ ശിശുവിനെ കണ്ടെത്തിയത്. തുടർന്ന് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. ഹരിപ്പാടാണ് ഈ സംഭവം. നവജാത ശിശുവിനെയാണ് അമ്മ ജനലിലൂടെ വലിച്ചെറിഞ്ഞത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വയറുവേദന എന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ശുചിമുറിയിലേക്ക് പോവുകയും ശുചിമുറിയിൽ വെച്ച് 19 വയസ്സുകാരി പ്രസവിക്കുകയും ചെയ്യുകയായിരുന്നു. അവിവാഹിതയാണ്. വീട്ടിലുള്ളവർക്ക് പിതാവിനോ സഹോദരങ്ങൾക്കോ ഒന്നും തന്നെ ഈ യുവതി ഗർഭിണിയാണ് എന്നത് അറിയില്ലായിരുന്നു. അപ്പോൾ പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു എന്നാണ് അറിയുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ന്യൂബോൺ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു.